എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERTയിലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിംസ് ആണ്. നമുക്ക് വേഗം നോക്കാം. എബൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡീപ്പ് ഹോൾ ആണ് കേട്ടോ. ഭയങ്കര ഒരു പടകുറ്റൻ കുഴി എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് എബൈസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. PSC ബുള്ളറ്റിൽ ഉണ്ടായിരുന്ന ഒരു സിനോണിമാണ്. അതേപോലെ തന്നെ SCERTയിലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എബൈസ് എന്ന് പറഞ്ഞാൽ വെരി ഡീപ്പ് ഹോൾ ആണ്, പടുകുറ്റൻ കുഴി. അപ്പോൾ അതേപോലത്തെ ഒരു വലിയൊരു കുഴിയിലൊക്കെ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ബൈ ബൈ പറഞ്ഞു പോകേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക കേട്ടോ. എബൈസ് ബൈ എന്ന് വെച്ചിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത എഡപ്റ്റ് ആണ്. എഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആണ്. ഓക്കെ, ഡെപ്ത് ഓഫ് നോളേജ് ഉള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വിദഗ്ധൻ എന്നുള്ളൊരു മീനിങ് ആണ്. എഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് നോളേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഈസ് ആൻ എക്സ്പേർട്ട്. പിന്നെയുള്ള അഡാപ്റ്റ് ഉണ്ട്. ഓക്കെ, പഠിക്കുമ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചോളൂ. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസ്റ്റ് ആണ് അല്ലേ. അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അഡാപ്റ്റ്. അപ്പോൾ A ആണെങ്കിൽ A വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ്, E ആണെങ്കിൽ E വെച്ചിട്ട് തന്നെ എക്സ്പേർട്ട്. ഇനി അഡോപ്റ്റ് ആണെങ്കിലോ, അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അടുത്ത എജൈൽ ആണ്. എജൈൽ എന്ന് പറഞ്ഞാൽ ഏബിൾ ടു മൂവ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. അതായത് നല്ല ചുറുചുറുക്കുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. എജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏബിൾ ടു മൂവ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. എല്ലാം ജസ്റ്റ് ഒന്ന് കേട്ട് പോകാം കേട്ടോ. നമുക്ക് മാക്സിമം സിനോണിംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒറ്റ ക്ലാസ്സിലല്ല, നമുക്ക് ഇനി ഇവിടെ നിന്ന് LDCക്ക് മുമ്പ് വരെ ഞാൻ മാക്സിമം ക്ലാസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ദിവസവും പറയുന്ന അത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു പോവാം. അടുത്ത് കവേർട്ടാണ്. കവേർട്ട് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആണ്. ഓക്കെ, എങ്ങനെ ആലോചിക്കുന്നത്? കവേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കവർ ആലോചിക്കാമല്ലോ. എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചു വെച്ചു, ഹൈഡ് ചെയ്തു എന്നുള്ളൊരു മീനിങ്ങിലൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ കവേർട്ട് മീൻസ് ഇറ്റ് ഇസ് ഹിഡൻ. പിന്നെ എലിയൂഡാണ്. എലിയൂഡ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്. അപ്പം നമ്മൾ എലീനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ആലോചിക്കുക കേട്ടോ. എലിയൂട്ട് മീൻസ് ഇറ്റ് ഇസ് എസ്കേപ്പ്. ഗെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ ബ്രൈറ്റ് ആൻഡ് അട്രാക്റ്റീവ് വേ. അതായത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് വേ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് ആണ് ഗെയിലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കവേർട്ട് പഠിച്ചു, എലിയൂഡ് പഠിച്ചു, ഗെയിലി പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പിച്ച് ക്രൈ. അതായത് ഒച്ചത്തിലുള്ള നിലവിളിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആലോചിക്കുന്നത്? നമ്മൾ കുടിക്കുന്ന വൈൻ തന്നെ ആലോചിക്കുക അല്ലേ. ആ വൈനൊക്കെ കുടിച്ച് കഴിയുമ്പോൾ പലരും ഇങ്ങനെ ബഹളമൊക്കെ വെച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർക്കുക കേട്ടോ. വൈൻ എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച്ഡ് ക്രൈ ആണ്. ട്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് എ സഡൻ മൂവ്മെൻറ്റ്. അതായത് പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിച്ച് തന്നെ ആലോചിക്കാം. ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പിച്ചാൻ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ചെയ്യും അല്ലേ. സഡൻ മൂവ്മെൻറ്റ് എന്നുള്ള തരത്തിൽ ഓർത്ത് വെച്ചേക്കുക. ഹിച്ച് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് എ ഫ്രീ റൈഡ് ഇൻ എ വെഹിക്കിൾ. അതായത് നമുക്ക് അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഫ്രീ റൈഡിന് വെഹിക്കിൾ കിട്ടുന്നതിനാണ് നമ്മൾ പറയുന്നത് ഹിച്ച്. അപ്പോൾ വൈൻ മറക്കണ്ട, ഹൈ പിച്ച് ക്രൈ, ട്വിച്ച്, മേക്ക് എ സഡൻ മൂവ്മെൻറ്റ്. ഹിച്ച് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് എ ഫ്രീ റൈഡ് ഇൻ വെഹിക്കിൾ. അടുത്തത് ഗിൽഡഡ് ആണ്. ഗിൽഡഡ് എന്ന് പറഞ്ഞാൽ കവേർഡ് തിൻ ലെയർ ഓഫ് ഗോൾഡ്. ഗോൾഡിൻ്റെ കവറിങ് ഒക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ ഗിൽഡഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഐ മാറ്റിയിട്ട് O വന്നു കഴിഞ്ഞാൽ ഗോൾഡ് പോലെ തന്നെ വരില്ലേ. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഗിൽഡഡ് മീൻസ് ഇറ്റ് ഇസ് കവേർഡ് വിത്ത് തിൻ ലെയർ ഓഫ് ഗോൾഡ്. അടുത്തത് ഫ്ലിറ്റ് ആണ്. ഫ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ടു മൂവ് ലൈറ്റ്ലി ആൻഡ് ക്വിക്ക്ലി. പെട്ടെന്ന് മൂവ് ചെയ്യുക, അതിനെയാണ് ഫ്ലിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് മൂവ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഫ്ലിറ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യുക, സ്ഥലം വിടുക എന്നൊക്കെ ഒരു മീനിങ് ഒക്കെയാണ് ഇവിടെയും വരുന്നത് ഫ്ലിറ്റ്. ഓക്കെ, അടുത്ത് നോക്കാം മിയാഗർ. മിയാഗർ എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് ഇൻ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. അതായത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെ ഉള്ള എന്താ പറയുക, അതിലുള്ള ഒരു കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിയാഗർ എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോ ആണ്. ഓക്കെ, ഹേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോ ആണ്. അതായത് നമ്മളിങ്ങനെ ചുഴറ്റി എറിയുക എന്നൊക്കെ പറയില്ലേ, ചുഴറ്റി എറിയുക, ആ ഒരു മീനിങ് ആണ് കേട്ടോ ത്രോ. ഹേൾ മീൻസ് ഇറ്റ് ഇസ് ത്രോ. നെക്സ്റ്റ് നെസ്ലെ ആണ്. നെസ്ലെ എന്ന് പറഞ്ഞാൽ ടു സെറ്റിൽ കംഫോർട്ടബിളി ആണ്. എവിടെയെങ്കിലും കംഫോർട്ടബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യുക, അതിനെയാണ് നമ്മൾ പറയുന്നത് നെസ്ലെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെസ്റ്റിൻ്റെ കേസ് തന്നെയാണെങ്കിൽ കൂടി നമ്മൾ അതിനകത്ത് കംഫോർട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ കിളികളൊക്കെ കംഫോർട്ടബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യും എന്നുള്ള തരത്തിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. നെസ്ലെ മീൻസ് ടു സെറ്റിൽ കംഫോർട്ടബിളി. മിയാഗർ ലാക്കിംഗ് ഇൻ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. ഹേൾ എന്ന് പറഞ്ഞാൽ ത്രോ. നെസ്ലെ എന്ന് പറഞ്ഞാൽ ടു സെറ്റിൽ കംഫോർട്ടബിളി. അടുത്തത് കോമ്പാറ്റ് ആണ്. കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ആണ് കേട്ടോ. തല്ല് പിടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കോമ്പാറ്റ്. എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആലോചിക്കുക, ഒരു കോമ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തല്ല് പിടിക്കാമെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത് നോക്കാം കോംപ്ലിമെൻ്റ് ആണ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്. ഓക്കെ, പുകഴ്ത്തുക, പ്രൈസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ കോംപ്ലിമെൻറ്റ്. അതേസമയം കോംപ്ലിമെൻ്റ് ആണെങ്കിലോ, ആണ് വരുന്നതെങ്കിൽ
അതിൻ്റെ അർത്ഥം സമ്പൂർണ്ണമാകാൻ വേണ്ടി വരുന്ന ഒരു അംശം കേട്ടോ, കംപ്ലീറ്റ് ആവാൻ വേണ്ടി വരുന്ന ഒരു അംശത്തെയാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ്. അപ്പം മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഐ ആണെങ്കിൽ, എന്നെ ആണെങ്കിൽ, നമ്മൾ ഐ എന്ന് പറഞ്ഞാൽ എന്താ, എന്നെ ആണെങ്കിൽ പ്രൈസ് ചെയ്യും എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. ഈ ആണെങ്കിൽ അവിടെ വരുന്നത് സമ്പൂർണ്ണമാകാൻ വേണ്ടി വരുന്ന അംശമാണ് കേട്ടോ, കംപ്ലീറ്റ് ആവാൻ വേണ്ടി വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫ്രോൺ. ഫ്രോൺ എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ സീരിയസ് ആംഗ്രി ഓർ വറീഡ് ലുക്ക്. അതായത് ഒരു ആംഗ്രി അല്ലെങ്കിൽ ഒരു വറീഡ് ലുക്കിനെയൊക്കെയാണ്, സീരിയസ് ആയിട്ടുള്ള ഒരു വറീഡ് ലുക്കിനെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ആലോചിക്കാം, ഈ എഫിന് വരും ഡി വന്നു കഴിഞ്ഞാൽ ഡ്രോൺ എന്ന് ആലോചിക്കാൻ പറ്റുമല്ലോ. ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ, മുങ്ങുക അല്ലെ, വെള്ളത്തിലൊക്കെ മുങ്ങുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളിത്തിരി വറീഡ് ലുക്കാവും, അല്ലെങ്കിൽ നമ്മളിത്തിരി സീരിയസ് ആവും എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഫ്രോൺ എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ സീരിയസ് ആംഗ്രി ഓർ വറീഡ് ലുക്ക്. ക്ലിങ് എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ഓൺ ടൈറ്റ്ലി, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കുക, അതിൽ മുറുകെ പിടിച്ചു എന്നൊക്കെ പറയില്ലേ, അതിനെ യൂസ് ചെയ്യുന്നതാണ് ക്ലിങ് കേട്ടോ. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണെ, ക്ലിങ്. നെക്സ്റ്റ് വൺ ഫെർവെൻ്റ്ലി. ഫെർവെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഷോയിങ് സ്ട്രോങ് ഓർ ഇൻറ്റൻസ് ഫീലിങ്സ്, ഭയങ്കര ഫീലിങ്സ് കാണിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർവെൻ്റ്ലി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കാം, ഫെർവെൻ്റ്ലി ആണ്. ഫെർവെൻ്റ്ലി മീൻസ് ഷോയിങ് സ്ട്രോങ് ഓർ ഇൻറ്റൻസ് ഫീലിങ്സ് ആണ് കേട്ടോ, അതിനെയാണ് നമ്മൾ ഫെർവെൻ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയിട്ടില്ല. കോഡ് കിട്ടിയിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഫെർവെൻ്റ്ലി മീൻസ് ഷോയിങ് സ്ട്രോങ് ഓർ ഇൻറ്റൻസ് ഫീലിങ്സ്. അടുത്ത് നോക്കാം, റാക്കറ്റ് ആണ്. റാക്കറ്റ് എന്ന് പറഞ്ഞാൽ ലൗഡ് അൺപ്ലസൻറ്റ് നോയ്സ് ആണ്, അതായത് ഭയങ്കര ഒരു ബഹളം, അതിനൊക്കെയാണ് നമ്മൾ റാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റാക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കള്ളക്കടത്തൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ, അതിൻ്റെയൊക്കെ ഒരു റാക്കറ്റ് ഉണ്ടെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഒരു ബഹളമായിരിക്കും, ഭയങ്കര ഒരു അൺപ്ലസൻറ്റ് നോയ്സ് ആയിരിക്കും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. റാക്കറ്റ് മീൻസ് ആൻ ലൗഡ് അൺപ്ലസൻറ്റ് നോയ്സ് ആണ്. ഫെർവെൻ്റ് എന്ന് പറഞ്ഞാൽ ഷോയിങ് സ്ട്രോങ് ഓർ ഇൻറ്റൻസ് ഫീലിങ്സ് ആണ്. ഫ്രോൺ ടു മേക്ക് സീരിയസ് ആംഗ്രി ഓർ വറീഡ് ലുക്ക്. ക്ലിങ് ടു ഹോൾഡ് ഓൺ ടൈറ്റ്ലി. അടുത്തേക്ക് വരാം, സ്റ്റംബിൾ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ടു ഹിറ്റ് യുവർ ഫൂട്ട് അഗെയിൻ സംതിങ് അല്ലേ, നമ്മുടെ കാലിടറുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പം സ്റ്റമ്പിലൊക്കെ കൊണ്ട് നമ്മുടെ കാലിടറിയുന്നോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടാർട്ട് എന്ന് പറയുമ്പോൾ ഹാവിങ് ആൻ അൺപ്ലസൻറ്റ് സോർ ടേസ്റ്റ് ആണ്. ടാർട്ടാറിക് ആസിഡിനെ ആലോചിച്ചാൽ മതി അല്ലേ, ആസിഡിൻ്റെ അൺപ്ലസൻറ്റ് സോർ ടേസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാം. പിന്നെ വെയിൽ എന്ന് പറഞ്ഞാൽ ലൗഡ് ക്രൈ. വെയിലടിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കരയും, ഉറക്കെ കരയും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. കവറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡിസയർ സംതിങ് വെരി മച്ച്, ഒരുപാട് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുക, അതിനെയാണ് പറയുന്നത് കവറ്റ് എന്ന് പറയുന്നത് കേട്ടോ, കവറ്റ്. അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കവറ്റ്, ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഗ്രിൻ എന്ന് പറഞ്ഞാൽ ടു സ്മൈൽ വൈഡ്ലി. ഓക്കെ, ചിരിക്കുന്നതിന്, അതിനാണ് നമ്മൾ പറയുന്നത് ഗ്രിന്ന്. സ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിങ് ആണ്, അതായത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് സ്ലൈ. അപ്പോൾ സ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈ ആലോചിക്കാം, നുണ പറയുക. അപ്പോൾ നുണയൊക്കെ പറയുന്ന ആൾക്കാർ കുറച്ച് കണ്ണിങ് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ടോയ്ൽ എന്ന് പറഞ്ഞാൽ ടു വർക്ക് വെരി ഹാർഡ്. നമ്മുടെ ടോയ്ലറ്റിൻ്റെ കേസ് തന്നെ എടുത്താൽ മതി, അവിടെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ, നന്നായിട്ട് ക്ലീനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ സോ ടോയ്ൽ മീൻസ് ഇറ്റ് ഇസ് ടു വർക്ക് വെരി ഹാർഡ്. അപ്പോൾ ഇത്രയും സിനോണിംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.